കട്ടപ്പനയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒന്ന് താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ടാണ്. താലൂക്ക് ആശുപത്രിയുടെ വികസനവുമായി ബന്ധപ്പെട്ടാണ്. സാറിന്റെ കാഴ്ചപ്പാടുകൾ അതുമായി ബന്ധപ്പെട്ടുള്ള നമുക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഈ അവയവങ്ങൾ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ വിജയകരമായി നടക്കുന്ന ആശുപത്രി എന്നുള്ള നിലയിൽ പറഞ്ഞ് കഴിഞ്ഞ ദിവസം നമ്മൾ മാധ്യമങ്ങളിൽ കാണാനായിട്ടിടയായി. വാസ്തവത്തിൽ നമ്മുടെ കട്ടപ്പനയിലെ താലൂക്ക് ആശുപത്രി ഒരു ജനറൽ ആശുപത്രിയാക്കി നമുക്ക് കൊണ്ടൊന്ന് വളർത്തിക്കൊണ്ട് വരാനായിട്ട് നമുക്ക് കഴിയണം. പക്ഷേ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഗവൺമെൻറ്റിനെ കൊണ്ട് തന്നെ അത് സാധ്യമാകുന്ന കാര്യമല്ല. നമുക്ക് നാട്ടിൽ നിന്നുള്ള സന്നദ്ധ സംഘടനകളുടെ ഒക്കെ ഒരു പിന്തുണയായി കിട്ടണം. അങ്ങനെ വന്നാൽ നമുക്കിപ്പോൾ 2 ഏക്കർ സ്ഥലം നമ്മളിപ്പം ആശുപത്രിക്ക് വേണ്ടി വാങ്ങിക്കുന്നതിന് വേണ്ടിയുള്ള അന്തിമ ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. കുറച്ച് സ്ഥലം കൂടെ നമുക്ക് വേണം. അതുകൂടി എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പ്രവർത്തനം ഇവിടെ ഉണ്ടാകണം. നമ്മൾ ആ ഭൗതിക സൗകര്യങ്ങൾ സ്ഥലവും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഗവൺമെൻറ്റിനെ സമീപിച്ച് പെട്ടെന്നല്ലെങ്കിൽ പോലും നമ്മുടെ ആശുപത്രിയെ ഒരു ജനറൽ ആശുപത്രിയാക്കി നമുക്ക് കൊണ്ടുവരാനായിട്ട് കഴിയണം. ഇപ്പോൾ ഒരെണ്ണം മെഡിക്കൽ കോളേജ് നമുക്ക് പൈനാവിലുണ്ട്, അല്ലെങ്കിൽ ചെറുതോണിയിലുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. എറണാകുളത്തും മെഡിക്കൽ കോളേജുകൾ എത്രയാണോ ഉള്ളത്, അതിനിടയിലെല്ലാം ജനറൽ ആശുപത്രി അവിടെ പ്രവർത്തിക്കുന്നു. ഇവിടെ ആകെപ്പാടെ സൗകര്യമുള്ളത് മെഡിക്കൽ കോളേജ് മാത്രമല്ലേ ഉള്ളൂ. ആ തത്തുല്യമായ സൗകര്യത്തിലേക്ക് നമുക്ക് ഈ ജനറൽ ആശുപത്രിയെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. കാരണം ഹൈ റേഞ്ചിലെ ജനങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ കട്ടപ്പനയിൽ സൗകര്യം ഉണ്ടാവുന്നതാണ് അവർക്ക് ഏറ്റവും സ്വീകാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ഇതിനെ ഒരു ജനറൽ ആശുപത്രിയാക്കി വളർത്തിക്കൊണ്ട് വരുന്നതിനുള്ള ആ ഒരു നടപടികളുമായിട്ട് നമുക്ക് മുമ്പോട്ട് പോകണം. പിന്നെയുള്ളത് നമുക്ക് ESI ആശുപത്രി വരുന്നത്, നമുക്ക് 100 ബെഡുകളുള്ള ESI ആശുപത്രിയാണ് വരുന്നത്. അത് വന്നു കഴിയുമ്പോഴത്തേക്കും ഈ കൂടെ നമ്മുടെ ESI സംരക്ഷണമുള്ള ഈ ജില്ലയിലെ മുഴുവൻ ആളുകളും ഈ കൂട്ട ട്രീറ്റ്മെൻറ്റിന് വേണ്ടി കട്ടപ്പനയിലേക്ക് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അതൊരു ഒരു വലിയ പ്രോജക്റ്റാണ്. നമുക്ക് നമ്മുടെ സ്ഥലം കൊടുത്ത ആ പ്രോജക്റ്റ് ഇവിടെ കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതൊരു വലിയ നേട്ടമാണ്. കാരണം അത് വന്നു കഴിയുമ്പോൾ 100 ബെഡുകളുള്ള ആശുപത്രി, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും അവിടെയുണ്ട്. ഈ ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട ഡോക്ടേഴ്സ്, അവിടെയുള്ള ബാക്കി ജീവനക്കാർ. അപ്പോൾ അത് വരുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കട്ടപ്പന നേരെ വാഴവരയിലേക്ക് അങ്ങ് വളരുകയാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ഇതിന് സൗകര്യം ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാം പിന്നെ വാഴവരയിലെ നമ്മുടെ അർബൻ PHC, നമ്മൾ വാഴവരയിൽ അർബൻ PHC വെക്കുമ്പോൾ അത് നഗരസഭ മാത്രമല്ല, നമ്മുടെ ഇരട്ടയാറ്, കാമാക്ഷി ആ പ്രദേശങ്ങളിലുള്ള ആളുകൾക്കെല്ലാം സൗജന്യമായി ചികിത്സ കിട്ടുന്നതിനൊരു സൗകര്യം എല്ലാം കിട്ടുകയാണ്. അപ്പം അതൊരു വലിയ കാര്യം. അതാ ഞാൻ പറഞ്ഞ ഈ കട്ടപ്പന വികസിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗുണം നമ്മുടെ സമീപത്തുള്ള മുഴുവൻ പഞ്ചായത്തുകൾക്ക് കിട്ടുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ആരോഗ്യ രംഗത്തുള്ള ഇത് ജനറൽ ആശുപത്രി ആകണം. അതോടൊപ്പം തന്നെ നമുക്ക് ESI ആശുപത്രി നമുക്കുണ്ടാവണം. വാഴവരയിലെ അർബൻ PHC നമുക്ക് വിപുലീകരിക്കണം. ഇത് 3 കൂടെ വന്നു കഴിയുമ്പോൾ ഈ രംഗത്ത് ഒരു വലിയ മാറ്റം ഉണ്ടാകും.